ഇടമണ്ണോ ഇടമണ്ണോ ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇടമണ്ണിന്റെ പേരുമാറ്റണമെന്നത് അടിസ്ഥാനരഹിതമായ ആവശ്യമെന്ന തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം എ ജോസഫ്. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചിലർ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുവെന്നും പഞ്ചായത്ത് അംഗം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന മാമ്പഴത്ര സലീമിന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അംഗത്വം നൽകും. വെള്ളിയാഴ്ച നടക്കുന്ന പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരണത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കും. പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാറിന്റെ ദിലീപ് അനുകൂല പരാമർശം, പ്രതിഷേധം ശക്തം. എംഎൽഎയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും ലഹരിവേട്ട. പാൻപരാഗും കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഇടമണ്ണിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചിലർ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതായി ആക്ഷേപം ഉയർന്നു. സ്ഥലത്തിന്റെ പേരുമാറ്റണമെന്നത് അടിസ്ഥാനരഹിതമായ ആവശ്യമാണെന്നാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം എ ജോസഫ് പറയുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന സ്ഥലമായ ഇടമണ്ണിന്റെ പേര് മാറ്റി എടമൺ എന്നാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലനാമനിർണയ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആവശ്യം അടിസ്ഥാനരഹിതമാണെന്നും ഇടമൺ എന്ന പേര് തന്നെയാണ് നിലനിൽക്കുന്നതെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എ ജോസഫ് പറഞ്ഞു. 1904 റെയിൽവേ സ്ഥാപിതമായതിനു ശേഷമാണ് എടമൺ എന്ന ഒരു പേര് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിന് മുൻപും പിൻപും പ്രദേശം ഇടമൺ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. റെയിൽവേയിൽ മാത്രമാണ് എടമൺ എന്ന പേര് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചിലർ സ്വാർത്ഥ താൽപര്യത്തിനായി രംഗത്ത് വന്നതായും എ ജോസഫ് ആരോപിക്കുന്നു. ഇടമണ്ണുമായി ബന്ധപ്പെടുത്തി അവിടെ ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളുടെയും അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അവരുടെ SLC, പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ എല്ലാ രേഖകളിലും ഇടമൺ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതാണ്ട് 3 നൂറ്റാണ്ട് പാരമ്പര്യത്തോടു കൂടി ഉള്ള സ്ഥലനാമമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ 1904 മാത്രമാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എടമൺ എന്ന ഒരു നാമം അവിടെ വരികയും അതിലേക്ക് മാറ്റണം എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവാദങ്ങൾ ഉയർത്തിയാണ്. ജനങ്ങളുടെ എല്ലാം നിലവിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം മാറ്റിമറിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് ജനങ്ങളെ പരിഭ്രാന്തി വളർത്താൻ മാത്രമാണ് ഇതുകൊണ്ട് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടമൺ എന്നുള്ള നിലയിൽ തന്നെ നിലനിൽക്കണം. അതിന് ആ പേര് മാറ്റേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഉള്ള സ്ഥാപനങ്ങളെല്ലാം പേര് അത് ഇടമൺ എന്ന് തന്നെയാണ്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ പലരും ഓരോ സർട്ടിഫിക്കറ്റില് ഇടമൺ എന്നുള്ളത് എടമൺ ആക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൈസ ഇത്ര രൂപ ചെലവാകും. അതൊക്കെ ഒരു തന്ത്രമായി ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇടമൺ 37 തന്നെ മുൻപ് പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 1 സെന്റിന് 50 രൂപ വെച്ച് മേടിച്ച ഏതാണ്ട് 12 ലക്ഷത്തിലധികം രൂപ മേടിച്ചിട്ടുള്ള ആ വിഭാഗക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വരുന്നത്. ഇടമണ്ണിന്റെ വികസനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വികസനത്തിന് ഈ സ്ഥലനാമം ഒരു വിഷയമല്ല. മുൻപ് തേക്കിൻകൂപ്പിൽ പട്ടയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയവർ തന്നെയാണ് ഇത്തരത്തിൽ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകളും മറ്റും തിരുത്താൻ പണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്നും എ ജോസഫ് പറഞ്ഞു. തേക്കിൻകൂപ്പിലെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്നതിനും ജനങ്ങളിൽ നിന്നും പണം കൈക്കലാക്കുന്നതിനുമായി ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടത്രേ. ഇടമൺ എന്ന പേര് തന്നെ നിലനിർത്തണം എന്ന ആവശ്യമാണ് ഭൂരിപക്ഷം ഭാഗത്തു നിന്നും ഉയരുന്നത്. ലൈവ് വാർത്ത തെന്മല. അഗസ്ത്യക്കോട് ലക്ഷം വീട് അംഗൻവാടിക്ക് സമീപത്തായി വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അഞ്ചൽ അഗസ്ത്യക്കോട് ലക്ഷം വീട് അംഗൻവാടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വൻ ആഞ്ഞിലി മരം ഏത് സമയവും നിലംപതിക്കാവുന്ന നിലയിലാണ്. ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന മരം വേടറ്റ് പോയിരിക്കുകയാണ്. ഇതിന് സമീപത്തുകൂടിയാണ് 11 kV ലൈൻ കടന്നുപോകുന്നത്. മരം കടപുഴകിയാൽ 11 kV ലൈനിന് മുകളിലൂടെ വീഴുമെന്നതിനാൽ വലിയ അപകട സാധ്യതകളാണുള്ളത്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ് സമീപത്തുള്ളത്. ഈ മരം വീണാൽ അംഗൻവാടിക്കും കേടുപാടുകൾ സംഭവിക്കും. ഈ അപകടം മുന്നിൽ കണ്ട് ഇത് മുറിച്ചു മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇത് മുറിച്ചു മാറ്റാൻ നിരവധി തവണ അധികൃതർക്ക് അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ലൈവ് വാർത്ത അഞ്ചൽ. ഹരിത വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി ആറന്മുള ഗവൺമെന്റ് LP സ്കൂളിൽ ഓണത്തിന് വിളവെടുക്കുന്നതിനായി പച്ചക്കറി കൃഷി ആരംഭിച്ചു. പുനലൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷിയുടെയും വള്ളിച്ചെടികൾ ഉപയോഗിച്ച് അസംബ്ലി പന്തൽ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ തൈ നട്ട് നിർവഹിച്ചു. അസംബ്ലി നടത്താൻ വേണ്ടി
മേലിലോട്ട് തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തണുപ്പ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എല്ലാം ഇന്ന് അരമുന്ന സ്കൂളിൽ തുടക്കം കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു തുടക്കമാണ്. അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ടീച്ചേഴ്സും നഗരസഭയുടെ നേതൃത്വത്തിലും എല്ലാം തുടങ്ങി വെച്ചിരിക്കുന്നത്. ബഹുമാന്യായ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യായ സോഷ്യൽ ടീച്ചറിന് എല്ലാവിധമായ നഗരസഭയുടെ എല്ലാവിധമായ ആശംസകൾ. സ്കൂളിന്റെ വാർഷിക പദ്ധതിയുടെ പ്രകാശനവും നടന്നു. പ്രകാശനം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ് നിർവഹിച്ചു. കൂടാതെ ഔഷധ സസ്യങ്ങളും നക്ഷത്രമരങ്ങളും വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്കും തുടക്കമായി. വാർഡ് കൌൺസിലർ ബി സുജാത, ലളിതമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിലേക്ക് ചേരുന്ന മാമ്പഴത്തറ സലീമിന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ വെള്ളിയാഴ്ച മെമ്പർഷിപ്പ് നൽകും. നിരവധി പാർട്ടി പ്രവർത്തകരും സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. ആര്യങ്കാവ് ഇടപ്പാളയം ജംഗ്ഷനിൽ ഉച്ചകഴിഞ്ഞ് 3-നാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാമ്പഴത്തറ സലീമും നൂറുകണക്കിന് പ്രധാന പ്രവർത്തകരും കുമ്മനം രാജശേഖരനിൽ നിന്നും അംഗത്വം സ്വീകരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അംഗത്വം ഏറ്റുവാങ്ങും. കോൺഗ്രസ് നേതാവും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന മാമ്പഴത്തറ സലീം കഴിഞ്ഞയാഴ്ചയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. തുടർന്ന് BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയമാണ് തന്നെ BJPയിലേക്ക് അടുപ്പിച്ചതെന്ന് മാമ്പഴത്തറ സലീം പറയുന്നു. BJP ജില്ലാ പ്രസിഡന്റ് G ഗോപിനാഥ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് ബാബു, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. കിഴക്കൻ മേഖലയിലെ നിരവധി യൂണിയനുകളുടെ നേതൃസ്ഥാനത്തുള്ള മാമ്പഴത്തറ സലീമിനോടൊപ്പം നിരവധി യൂണിയൻ പ്രവർത്തകരും BJP സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ദിലീപ് അനുകൂല പരാമർശത്തിന്റെ പേരിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമാകുന്നു. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. MLAയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ദിലീപിനെ സംരക്ഷിക്കുന്ന ഗണേശൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സന്നദ്ധമായ നേതാക്കൾ ഈ MLA വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. ആയിരക്കണക്കിന് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളെയും ബഹുമാനിച്ച ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന മാർച്ച് ഈ ധർമ്മസമരം ഇതായി എത്തിച്ചേർന്നിരിക്കുകയാണ്. പിണറായിയുടെ പോലീസ് തടഞ്ഞിരിക്കുന്നു. അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം കാക്കുവാൻ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ കർമ്മധീരന്മാർ, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കർമ്മധീരന്മാർ നടത്തുന്ന സമരമിതായി എത്തിച്ചേർന്നിരിക്കുന്നു. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ജംഗ്ഷന് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു തടഞ്ഞു. ഏറെ നേരം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. തുടർന്ന് നടന്ന ധർണ DCCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ തെറ്റിനെതിരായി, അനീതിക്കെതിരായി നിലകൊള്ളേണ്ടവരാണ്. എന്തുമേതും കണ്ണടച്ച് സിന്ദാബാദ് വിളിച്ച് കൈകൊട്ടി അംഗീകരിച്ചുകൊണ്ടല്ലേ ഇന്ന് ദിലീപിനെ പോലെയുള്ള ആളുകൾക്ക് ജയിലറകളിലേക്ക് പോകേണ്ടി വന്നത്. ഞാനൊന്ന് ഓർക്കുക, ശ്രീ ഗണേഷ് കുമാർ പത്തനാപുരത്തിന്റെ MLA എന്ന നിലയിൽ UDFന്റെ MLA ആയിരുന്ന കാലഘട്ടത്തും എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ജില്ലക്കാരൻ കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി സൗഹൃദമുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ശ്രീ ഗണേഷിനെ പോലെയുള്ളവർ ശ്രീ ദിലീപിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നേരത്തെ തിരുത്തുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ മലയാള സിനിമ ഇത്രയേറെ അധപതനത്തിലേക്ക് പോകുകയില്ലായിരുന്നു. അധപതനം തിരിച്ചറിഞ്ഞു, അപജയം തിരിച്ചറിഞ്ഞു. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയി മാഫിയ തലവനായി വളർന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഒരു ചെറുവിരൽ പോലും എതിരായി അനക്കിയില്ല എന്ന് മാത്രമല്ല, ആ ദിലീപിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതാണ്ട് ഒരു വേള തെരുവുകുണ്ട് എന്ന് പറയത്തക്ക നിലയിൽ പോലും പ്രതികരിച്ച പൊട്ടിത്തെറിച്ച ഗണേഷ് കുമാറിന്റെ നടപടി പത്തനാപുരത്തെ ജനങ്ങൾക്ക് അപമാനം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരഭിമാനവുമില്ല. ദിലീപ് വിഷയത്തിലും KB ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ പിണറായി വിജയൻ ധൈര്യം കാട്ടണമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. മുൻ DCCC പ്രസിഡന്റ് ഡോക്ടർ G പ്രതാപവർമ്മ തമ്പാൻ LDF സർക്കാരിനും KB ഗണേഷ് കുമാറിനുമെതിരെ ശക്തമായി പ്രതികരിച്ചു. KPCC ഭാരവാഹികളായ G രതികുമാർ, CR നജീബ്, അഡ്വക്കേറ്റ് അലക്സ് മാത്യു, റെജിമോൻ വർഗീസ്, DCCC ഭാരവാഹികളായ ബാബു മാത്യു, പള്ളിത്തോപ്പിൽ ഷിബു, ഷേഖ് പരീദ്, ചെമ്പനരുവി മുരളി, കുന്നിക്കോട് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു.
ലൈവ് വാർത്ത പത്തനാപുരം. കിഴക്കൻ മേഖലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചകളും മാലിന്യ വ്യാപനവുമാണ് പനി പടരാൻ കാരണം. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളായ വൈറൽ ഫീവർ, വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ വ്യാപകമാവുക പതിവാണ്. ഇവയ്ക്കു പുറമെ ഗുരുതരങ്ങളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, H1N1 പനിയും ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് ഇത്തരം രോഗബാധിതരായി ചികിത്സ തേടിയെത്തുന്നത്. ജലജന്യ രോഗങ്ങൾ, വായുവിലൂടെ പകരുന്നവ, വാഹകജീവികളിലൂടെ പകരുന്നവ എന്നിങ്ങനെ പ്രധാനമായും 3 തരം പകർച്ചവ്യാധികളാണ് മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടാറുള്ളത്. മഴക്കാലമായാൽ ശരീര ഊഷ്മാവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം മൂലം ജലദോഷം, ആസ്മ, ശ്വാസകോശത്തിലെ അണുബാധ, അലർജി എന്നിവയും വ്യാപകമാകുന്നു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ പറയുന്നതിങ്ങനെ: ശുദ്ധജലത്തിൽ മാത്രം വസിക്കുന്ന 100 മീറ്റർ മാത്രം ഫ്ലൈയിങ് ഡിസ്റ്റൻസ് ഉള്ള ഈഡിസ് ഈജിപ്ഷ്യ എന്ന് പറയുന്ന നിസ്സാരമായ കൊതു നമ്മൾ വളരെ വ്യാപകമായിട്ട് നമ്മളെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനും നമ്മുടെ ഇടയിൽ മരണങ്ങൾ ധാരാളം ഉണ്ടാക്കാനും നമുക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഏറ്റവും പേടിപ്പിക്കുന്ന അവസ്ഥ സിക്ക വൈറസിന്റെ സാന്നിധ്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒറ്റപ്പെട്ട കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉണ്ട്. അപ്പം സിക്ക വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതേ വൈറസിന് പരത്തുന്നതും ഈഡിസ് ഈജിപ്ഷ്യ എന്ന് പറഞ്ഞ കൊതു ഗണത്തിൽപ്പെട്ട കൊതുകാണ്. അപ്പോൾ ഈഡിസ് ഈജിപ്ഷ്യ ചിക്കൻ ഗുനിയ മാത്രമല്ല, സിക്ക വൈറസിന് പരത്താൻ സാധ്യതയുണ്ട്, ഡെങ്കിപ്പനിയെ പരത്താൻ സാധ്യത. അപ്പോൾ ഒരു കൊതു സമൂഹത്തെ നമ്മൾ ലക്ഷ്യമിടുന്നത് നമുക്കൊരു ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പനി ലക്ഷണമുള്ളവർ മതിയായി വിശ്രമിക്കേണ്ടതുണ്ട്. ഉപ്പുചേർത്ത കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, ഇളനീർ എന്നിവ ധാരാളം കുടിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകേണ്ടതാണ്. പൊതുവായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതിലൂടെ ഇവ മഴവെള്ളത്തിൽ ലയിച്ച് സമീപ പ്രദേശങ്ങളിലെല്ലാം രോഗാണുക്കൾ പടരാനിടയാകും. അതിനാൽ മലമൂത്ര വിസർജനം കക്കൂസിൽ മാത്രമേ പാടുള്ളൂ. ഗർഭിണികൾ പനിലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്ക എന്നിവയ്ക്ക് രോഗം ബാധിച്ചവർ, പ്രമേഹം, അർബുദം, എയ്ഡ്സ്, അമിത രക്തസമ്മർദ്ദം എന്നീ രോഗബാധിതരും, കൊച്ചുകുട്ടികൾ, പ്രായമേറിയവർ എന്നിവരിലും പനി മാരകമാകാം. ഈഡിസ് ഉൾപ്പെടെയുള്ള കൊതുകുകളാണ് മഴക്കാല രോഗങ്ങളുടെ പ്രധാന വാഹകർ. വെള്ളം കെട്ടിക്കിടക്കുന്നിടത്താണ് കൊതുകുകൾ പ്രജനനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി, പാത്രങ്ങൾ, ഓട, ചിരട്ട എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടക്കുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുകയും നദികളിലും മറ്റും കുളിക്കാനിറങ്ങുമ്പോൾ കൈനീളമുള്ള ഉടുപ്പുകൾ ഉപയോഗിക്കുകയും വേണം. വൈകുന്നേരമാകുമ്പോൾ ജനലും വാതിലും അടച്ചിടുന്നതിലൂടെ കൊതുകുകടി ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും ഡ്രൈ ഡേ ആചരിക്കുന്നത് ജീവിതചര്യയായി മാറണമെന്നും അധികൃതർ പറയുന്നു. തണുത്ത ആഹാരപാനീയങ്ങളും തുറന്നുവച്ച ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. നല്ലവണ്ണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുകയും വേണം. മഴക്കാലമായാൽ പൊതുവെ ദഹനമാന്ദ്യമുള്ള കാലമായതിനാൽ അമിതാഹാരവും ദഹിക്കാൻ വിഷമമുള്ള ഭക്ഷ്യവസ്തുക്കളും ഒഴിവാക്കുകയാണ് വേണ്ടത്. വയറിളക്കത്തിനും ടൈഫോയിഡിനും ഹെപ്പറ്റൈറ്റിസിനുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് ഉറപ്പുവരുത്തുകയെന്നതും ഏറെ പ്രധാനമാണ്. മഴ നനഞ്ഞാൽ വൃത്തിയുള്ള വെള്ളത്തിൽ കുളിച്ചു വേണം വസ്ത്രം മാറേണ്ടത്. ആഹാരത്തിന് മുമ്പും പിമ്പും സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈ കഴുകാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില മുൻകരുതലുകൾ എടുത്താൽ മഴക്കാലം രോഗകാലം അല്ലാതാക്കാൻ കഴിയും. കഴിവതും അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയോടെ പെരുമാറുക എന്നത് തന്നെയാണ് പ്രധാനം. ഇങ്ങനെ അസുഖങ്ങളെ അകറ്റി മഴക്കാലത്തെ ആസ്വാദികരമാക്കാം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ഹരിതചട്ടങ്ങൾ പാലിച്ച് മാതൃകയാവുകയാണ് കുളത്തൂപ്പുഴ കടമാൻകോട് ട്രൈബൽ LP സ്കൂൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്കൂളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഹരിതചട്ടങ്ങൾ പാലിച്ച് കുളത്തൂപ്പുഴ കടമാൻകോട് ട്രൈബൽ LP സ്കൂൾ മാതൃകയാകുന്നത്. 60ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ ഹരിതചട്ടം പാലിക്കാൻ ജീവനക്കാർ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകളും ഡിസ്പോസിബിൾ സാധനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും വെള്ളവും സ്റ്റീൽ പാത്രങ്ങളിൽ മാത്രമാണ് നൽകുന്നത്. മാത്രമല്ല, സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. താരതമ്യേന ജനസംഖ്യ കുറഞ്ഞതും വനമേഖലയോട് ചേർന്നതുമായ കടമാൻകോട് പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് ഇത്തരത്തിൽ ഒരു മാതൃകാ പ്രവർത്തനത്തിന് സ്കൂൾ അധികൃതർ മുന്നോട്ട് വന്നത്. ഗ്രീൻ പ്രോട്ടോക്കോളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാറുണ്ട്. അതുപോലെ തന്നെ പരിസരത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം പറക്കി റീസൈക്ലിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഇപ്പോൾ ഈ പെറ്റ് ബോട്ടിലുകൾ വീണ്ടും റീയൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും
സ്റ്റീൽ പാത്രങ്ങളിൽ തന്നെ ആഹാരം കഴിക്കുന്നതിനും അതുപോലെ വെള്ളം കൊണ്ടുവരുന്നതിനുമുള്ള ബോധവൽക്കരണം എല്ലാം കൊടുക്കുന്നുണ്ട്. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പാൻപരാഗും കഞ്ചാവും പിടികൂടി. 4 പേർ അറസ്റ്റിലായി. പിടികൂടിയ പാൻപരാഗിന് വിപണിയിൽ 15 ലക്ഷത്തിലധികം രൂപയുടെ വില വരും. പാൻപരാഗ് കടത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ വൈദ്യലിംഗം, സഹേലിയ എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച പുലർച്ചെ പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച 60,000 പാക്കറ്റ് പാൻപരാഗാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം KSRTC ബസിൽ കടത്താൻ ശ്രമിച്ച 180 പൊതി കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. സംഭവത്തിൽ വാളക്കോട് സ്വദേശി നാസർ, പുന്നല സ്വദേശി ഷാജി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടികൂടിയ പാൻ മസാലയ്ക്ക് വിപണിയിൽ 15 ലക്ഷത്തിലധികം രൂപ വില വരും. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്നുണ്ടെന്നാണ് ഇതോടെ വിലയിരുത്തപ്പെടുന്നത്. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജെ സുരേഷ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത്. സർക്കിൾ ഇൻസ്പെക്ടർ ബി സുരേഷ്, ഇൻസ്പെക്ടർമാരായ ബിജു, എൻ ബേബി തുടങ്ങിയവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആറന്മുളയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് സെന്റർ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നവീകരിച്ച ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ നിർവഹിച്ചു. നവീകരിച്ച ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ ആരംഭുന്നയിൽ നടന്ന ചടങ്ങിൽ പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ നിർവഹിച്ചു. സ്പർശം എന്ന് പറയുന്ന പദ്ധതിയും നമ്മൾ തുടങ്ങിവെച്ചു. ഒരു ഡോക്ടറെയൊക്കെ കണ്ടെത്തി ഇത് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. അതിനോടനുബന്ധിച്ച് വർഷാവർഷമുള്ള പ്രോജക്റ്റുകളിലെല്ലാം ആവശ്യമായ മരുന്നുകളും ആവശ്യമായ സേവനങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ആദ്യം തുടങ്ങി വെച്ചതുപോലെ തന്നെ നന്നായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹെൽത്ത് സെന്ററുകളുടെ എല്ലാം കുറേ നാളുകൾ കൊണ്ട് ഹെൽത്ത് സെന്ററുകളെല്ലാം തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയാതെ എല്ലാ വാർഡുകളിലും ഇല്ലെങ്കിൽ പോലും ഹെൽത്ത് സെന്ററുകളുടെ പ്രവർത്തനം നിലച്ച ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഹെൽത്ത് സെന്ററുകളുടെ എല്ലാ അറ്റകുറ്റപ്പണികൾ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് എടുക്കുകയും മെയിൻ്റെനൻസ് ചെയ്യുകയും അത് നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ് അധ്യക്ഷനായി. വിളക്കുടിക്കും പുനലൂരിനുമിടയിൽ ഹെൽത്ത് സെന്ററുകളൊന്നും നിലവിലില്ല. ആരംഭുന്നയിലെ ഹെൽത്ത് സെന്റർ പുനരാരംഭിക്കുന്നതോടെ ഇതിന് പരിഹാരമാകും. മാത്രമല്ല, ചെറിയ പനി വന്നാൽ പോലും താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്ന 100ഓളം കുടുംബങ്ങൾക്കാണ് ഹെൽത്ത് സെന്റർ പ്രയോജനമാവുക. ചടങ്ങിൽ വാർഡ് കൌൺസിലർ എസ് സുജാത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതമ്മ, CPI പുനലൂർ വെസ്റ്റ് LC സെക്രട്ടറി ജ്യോതികുമാർ, താലൂക്ക് സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകുമാർ, ആരംഭന ഗവൺമെന്റ് LPS പ്രഥമാധ്യാപിക സുഷ തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഗവൺമെന്റ് ആയുർവേദ ഡോക്ടർ ഖദീജയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടമണ്ണിന്റെ പേരുമാറ്റണമെന്നത് അടിസ്ഥാനരഹിതമായ ആവശ്യമെന്ന തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം A. ജോസഫ്. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചിലർ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുവെന്നും പഞ്ചായത്ത് അംഗം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്ന മാമ്പഴത്ര സലീമിന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അംഗത്വം നൽകും. വെള്ളിയാഴ്ച നടക്കുന്ന പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരണത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കും. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ ദിലീപ് അനുകൂല പരാമർശം, പ്രതിഷേധം ശക്തം. MLAയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും ലഹരിവേട്ട. പാൻപരാഗും കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക.